ഹായ്, ഇന്ന് ഒരു ഉച്ചയോടടുത്ത് NT ഒരു കുഞ്ഞു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. കുഞ്ഞു ബോംബെന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ആറ്റം ബോംബാണ്. നമ്മുടെ നീറ്റ് എക്സാം ഒന്നുകൂടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു നീറ്റ് എക്സാം സാധാരണ നമുക്ക് പതിവുള്ളതല്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയായിരിക്കും പല കുട്ടികളും ഇപ്പോൾ കടന്നു പോവുക. പലർക്കും ഒരു മിക്സ്ഡ് ഇമോഷൻസാണ്. ചിലർ വിചാരിക്കുക ഞാൻ ഓൾറെഡി പഠിച്ച് നല്ലൊരു മാർക്കും ഏറെക്കുറെ നല്ലൊരു റാങ്കും സ്വപ്നം കണ്ടു, പക്ഷേ പെട്ടെന്ന് ഇനി ഒന്നുകൂടെ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ചിലർ വിചാരിക്കുക എനിക്ക് അത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്കൊരു ചാൻസ് കൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധിയിൽ കൂടിയായിരിക്കും നിങ്ങളൊക്കെ കടന്നു പോവുക. പക്ഷേ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും കുട്ടികളുടെ ഒപ്പം നിന്ന ചരിത്രമാണ് സൈലത്തിനുള്ളത്. അപ്പോൾ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്ലാൻ. നീറ്റ് എക്സാം ആണെങ്കിലും നമ്മൾ അടിപൊളിയായി ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ ഒരു ന്യൂസ് അനൗൺസ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ അക്കാഡമിക് ടീമും എല്ലാം ഒരുമിച്ചിരുന്ന് ഇനി അങ്ങോട്ട് എങ്ങനെ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ള ഫുൾ പ്ലാൻ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത്, നമ്മളിനി എങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് കാണേണ്ടത്? ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ സൈലത്തിൽ പഠിച്ച ഇഷ്ടം പോലെ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഓഫ്ലൈനായിട്ടുള്ള വീര ബാച്ചിലോ ഓൺലൈനായിട്ട് ഫാസ്റ്റ് ട്രാക്ക്, ധീര, ഫീനിക്സ്, അവസാനത്തെ എൻ ഗെയിം പ്രോഗ്രാം, അങ്ങനെ സൈലത്തിൽ നീറ്റ് ബേസ് ചെയ്ത് പഠിച്ച ഏത് കോഴ്സ് എടുത്ത കുട്ടിയാണെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ അതുപോലെ തന്നെ മുൻപോട്ട് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവിധ അവസരങ്ങളും സൈലത്തിലുണ്ടാവും. അത് ഇന്ന് തുടങ്ങിയെന്നല്ല, നിങ്ങൾക്ക് എന്നാണോ നീറ്റ് എക്സാം വരാൻ പോകുന്നത്, നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്നിടം വരെയും സൈലത്തിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിൽ യാതൊരു തരത്തിലുള്ള കുറവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവസാന നിമിഷം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളിനി ചെയ്യേണ്ടത് എന്താ? ചില ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്ന കാര്യം, കുറേ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ ഇനി എന്താവും, അത് അങ്ങനെയാകുമോ ഇങ്ങനെയാകുമോ. സോഷ്യൽ മീഡിയയിലെ പല കാര്യങ്ങളും ഒരു പരിധി വരെയും ഹൈപ്ഡപ്പാണ്. അപ്പോൾ ആ ഹൈപ്പിന് മുകളിൽ നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഈ ഒരു സമയം നമുക്ക് കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ട സമയം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒരു നീറ്റ് എക്സാം വരികയാണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റീസ്റ്റാർട്ട് മോഡ് ഓണാക്കുക, അടിപൊളിയായി നമുക്ക് പഠിച്ചു തുടങ്ങുക, ഉഷാറായി രണ്ടാമത് വരുന്ന നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് അതിഗംഭീരമായി ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സൈലത്തിൽ ഓൾറെഡി നീറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഏത് കോഴ്സ് എടുത്ത കുട്ടിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ അതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ, അതായത് റിവിഷനും മോക്ക് എക്സാമും അടക്കം എല്ലാ കാര്യങ്ങളും അതുപോലെ അറ്റൻഡ് ചെയ്യാനും ഇനിയുള്ള പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയാസ് ഇനി വരും വീഡിയോസിലും ലൈവുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. പരമാവധി സോഷ്യൽ മീഡിയ ഹൈപ്പപ്പിൻ്റെ ഒക്കെ പുറകെ പോകാതെ റീസ്റ്റാർട്ട് ബട്ടൺ ഓണാക്കുക, നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. അതിഗംഭീരമായി രണ്ടാമത് വരുന്ന നീറ്റ് എക്സാം നമുക്ക് എഴുതാം. ഈ പ്രതിസന്ധിയും നമ്മൾ ഓവർകം ചെയ്യും. സോ വിൽ മീറ്റ് അഗെയിൻ. ബൈ.